A+ട്യൂബിലേക്ക് സ്വാഗതം. ഇപ്പോൾ ലോൺ എടുക്കുന്ന വ്യക്തികളൊക്കെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു റിസർവ് ബാങ്ക് തീരുമാനത്തിൻ്റെ വിവരമാണ് പങ്കുവെക്കുന്നത്. സാധാരണ നമ്മുടെ നാട്ടിൽ വീടുകൾ വെക്കുന്നതിന് വേണ്ടിയുള്ള ഭവന വായ്പയും വാഹനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയുള്ള വെഹിക്കിൾ ലോണുമൊക്കെ നിരവധി ആളുകൾ എടുക്കാറുണ്ട്. ഇങ്ങനെ ലോൺ എടുത്ത വ്യക്തികൾക്ക് ചില പുതിയ റിസർവ് ബാങ്കിൻ്റെ തീരുമാനങ്ങൾ പ്രയോജനപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഈ എപ്പിസോഡിൽ അത്തരം വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. തുടർച്ചയായി രണ്ടാം തവണയും RBI റിപ്പോ നിരക്ക് കുറച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ചതുകൊണ്ടാണ് ഭവന വായ്പ എടുത്തവർക്കും വാഹന വായ്പ എടുത്തവർക്കും കൂടുതൽ പ്രയോജനകരമായ അവസ്ഥ വന്നിട്ടുള്ളത്. ഇനിയും ഇക്കാര്യത്തിൽ ഗുണപരമായ ചില തീരുമാനങ്ങളും വൈകാതെ ഉണ്ടാകും എന്നാണ് കേൾക്കുന്നത്. ഇതിൽ നമ്മൾ അറിയേണ്ട കാര്യം, ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിൽ 0.5% കുറവ് വന്നിട്ടുള്ളത്. പ്രതിമാസ തിരിച്ചടവെന്ന് പറയുന്ന EMIയിൽ തീർച്ചയായും നമുക്ക് അതനുസരിച്ച് തുകയുടെ കുറവ് വരുന്നു. മുൻപ് അടച്ചിരുന്നത് പോലെ അത്രയും തുക നമുക്കിനി അടയ്ക്കേണ്ടി വരില്ല. അതിൻ്റെ ഏകദേശം പ്രൊപ്പോർഷണേറ്റ് ആയിട്ടുള്ള വിവരം ഞാൻ തുടർന്ന് പറയുന്നുണ്ട്. EMI നിലനിർത്തി കാലാവധി കുറച്ചു കൊണ്ടുവരുവാനുള്ള അവസരവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 20 വർഷ കാലയളവുള്ള 30 ലക്ഷം രൂപയുടെ ഒരു ഹൗസിംഗ് ലോൺ എടുത്ത വ്യക്തിക്ക് പലിശ നിരക്കിൽ 8.75% നിന്നും 25% കുറഞ്ഞ് 8.50%, അതായത് 8.5% കുറയും. 8.25% പലിശ നിരക്ക് 8.5% കുറയുകയാണ്. അങ്ങനെ വരുമ്പോൾ ഓരോ മന്ത്ലി EMIയും 26,511 രൂപ അടച്ചിരുന്ന ഒരു വ്യക്തി, നേരത്തെ ഞാൻ പറഞ്ഞു 30 ലക്ഷം രൂപയുടെ ലോൺ എടുത്തു, ഡ്യൂറേഷൻ 20 വർഷമാണ്. അങ്ങനെ എടുത്ത വ്യക്തിക്ക് നിലവിൽ പ്രതിമാസം അടയ്ക്കേണ്ട തുക 26,511 രൂപയായിരുന്നെങ്കിൽ ഇനി മുതൽ 26,035 രൂപ മാത്രം അടച്ചാൽ മതി. 476 രൂപയുടെ കുറവ് ഒരു മാസം വന്നു ചേരും. അങ്ങനെ ആണെങ്കിൽ 5,712 രൂപ ഒരു വർഷം നമുക്ക് നമ്മുടെ പോക്കറ്റിൽ നിന്ന് പോവില്ല. അത് നമ്മുടെ പോക്കറ്റിൽ തന്നെ ഇരിക്കും. ഇനി പറഞ്ഞത് 30 ലക്ഷം രൂപയാണ്. 30 ലക്ഷം രൂപയുടെ ഹൗസിംഗ് ലോണിനെ കുറിച്ചാണ്. ഇനി മറ്റൊരു കാര്യം കൂടി നമുക്ക് നോക്കാം. 50 ലക്ഷം രൂപയാണ് ഹൗസിംഗ് ലോണായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പ്രതിമാസം 795 രൂപയുടെ കുറവ് EMIയിൽ വരും. 795 രൂപ കുറച്ച് ബാക്കി അടച്ചാൽ മതിയാകും. ഇങ്ങനെ 2 പ്രാവശ്യമായിട്ടാണ് റിപ്പോ നിരക്ക് കുറച്ചത് വഴി 0.50% നേട്ടം ഇൻവെസ്റ്റേഴ്സിന് കിട്ടിയിരിക്കുന്നതും. അതായത് 30 ലക്ഷം രൂപയുടെ വായ്പയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ മാറ്റം ഉണ്ടാകും. ആ മാറ്റം 50 ലക്ഷത്തിലായാലും ആനുപാതികമായി നമ്മൾ എടുക്കുന്ന വായ്പയുടെ തുക എത്രയായാലും അത് അനുസരിച്ച് ലഭിക്കുകയും ചെയ്യും. 30 ലക്ഷം രൂപയുടെ വായ്പയാണെങ്കിൽ പ്രതിമാസം കുറയുന്നത് 957 രൂപയാണ്. അത് വഴി ഒരു വർഷം 12,441 രൂപയുടെ കുറവും വന്നു ചേരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ 50 ലക്ഷം രൂപ നേരത്തെ പറഞ്ഞതുപോലെ 19,140 രൂപ നമുക്ക് ഒരു വർഷം നേടാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഈ പ്രയോജനം നമുക്ക് കിട്ടുന്നത് റിപ്പോ നിരക്കിലെ ഈ മാറ്റം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. EMI നമുക്ക് മാറ്റമില്ലാതെ നിലനിർത്തിക്കൊണ്ട് തന്നെ കാലാവധി കുറയ്ക്കുന്നതിന് ഇപ്പോൾ നിങ്ങൾ തുനിഞ്ഞാൽ
അതിന് കൂടുതൽ മെച്ചമുണ്ടാകും എന്ന് മനസ്സിലാക്കുക. ആകെ പലിശ ബാധ്യതയിൽ കുറവ് വരാൻ ഇതുവഴി സഹായം ഉണ്ടാകും എന്ന് തീർച്ചയാണ്. ഏപ്രിൽ മുതൽ ഈ ഇൻകം ടാക്സ് ബാധ്യത കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് EMI അതുപോലെ നിലനിർത്തി വായ്പ വേഗം തിരിച്ചടച്ചാൽ നിങ്ങൾക്ക് അതിൻ്റേതായ മെച്ചം ഉണ്ടാവുകയും ചെയ്യും. നിലവിൽ ഈ വരുന്ന റിപ്പോ നിരക്കുകൾ ഇനി വരാൻ പോകുന്നതിലും കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. ഇത് ഇനിയും കുറയുമോ പലിശ നിരക്ക് എന്ന ചോദ്യം വന്നാൽ പണപ്പെരുപ്പം കുറഞ്ഞു വരുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് വളർച്ചാ നിരക്ക് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ നിരക്ക് കുറയ്ക്കും എന്ന് തന്നെയാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിയും മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തള്ളിക്കളയാൻ കഴിയില്ല. അതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ഈ ചാനലിൽ തീർച്ചയായും അത് ഉൾപ്പെടുത്തുന്നതാണ്. പലിശ നിരക്കിനെ സംബന്ധിച്ച് വരുന്ന മാറ്റങ്ങളൊക്കെ തന്നെ പ്രത്യേക എപ്പിസോഡുകളായി അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വാഹന വായ്പയിൽ എത്ര മാറ്റം വരുന്നു എന്നുള്ളത് സംബന്ധിച്ച മറ്റൊരു എപ്പിസോഡും ഉടനെ തന്നെ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നന്ദി.